ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞാനിന്ന് വന്നിട്ടുള്ളത് എൻ്റെ 2-3 ചെടികളുടെ ഗ്രോത്തിനെ കുറിച്ച് കാണിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ച് പച്ചമുളകിൻ്റെ വിത്ത് പാകി അത് മുളച്ച് വന്നിട്ടുണ്ടായിരുന്നു. അപ്പം അത് ഏകദേശം വലുതായിക്കൊണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഞാനെല്ലാം മാറ്റി നട്ടിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാ ദിവസവും സാധാ വെള്ളമൊന്നും ഒഴിച്ച് കൊടുക്കുന്നില്ല. അപ്പോൾ അതിനുള്ളൊരു വളർച്ച വരാത്തത് കൊണ്ട് ഞാൻ യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്തിട്ട് നോക്കിയപ്പോഴായിരുന്നു അറിഞ്ഞത് കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കണം എന്നുള്ളത്. അങ്ങനെ ഞാൻ കഞ്ഞിവെള്ളം എടുത്ത് അതിലേക്ക് 2-3 ലിറ്റർ വെള്ളം ഒഴിച്ചതിന് ശേഷം അതിലേക്കൊക്കെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിന് ശേഷമുള്ള ഗ്രോത്ത് എങ്ങനെയാണെന്ന് നോക്കണം. ഒരു 2 ദിവസം മുമ്പ് ഞാനൊരു പയറുവിത്തും കൂടി പാകിയായിരുന്നു. അപ്പോൾ അതും കൂടി മുളച്ച് വരുന്നുണ്ട്. അപ്പം ഞാൻ കുറച്ച് ചെടികൾ താഴെയും കുറച്ച് ചെടികൾ ടെറസിന് മുകളിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ടെറസിന് മുകളിൽ ആയതുകൊണ്ട് തന്നെ രാവിലെയും വൈകുന്നേരം 2 നേരം എനിക്ക് വെള്ളം ഒഴിക്കേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചു കഞ്ഞി വെള്ളം ഒന്ന് ഒഴിച്ച് നോക്കാമെന്നുള്ളത്. അപ്പോൾ ടെറസിന് മുകളിൽ എനിക്ക് ഒരു ചിക്കു, പിന്നെ 2 പേരക്ക, അതൊക്കെ വെച്ചിട്ടാണുള്ളത്. പേരക്ക 2 പ്രാവശ്യം പൂത്ത് വന്നായിരുന്നു. റോസാ ചെടീൻ്റെ ഒരു ഗ്രോത്തിന് വേണ്ടി ഞാൻ ചെയ്യുന്നുള്ളത്, നമ്മൾ യൂസ് ചെയ്ത ചായപ്പൊടി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം അതിനൊന്ന് ഉണക്കിയെടുക്കുക. ഉണക്കിയെടുത്തതിന് ശേഷം ഒന്ന് വിതറി കൊടുത്താൽ മതി. റോസാ ചെടിക്ക് നല്ലപോലെ ഗ്രോത്ത് വരുന്നുണ്ട്. ഇടയ്ക്ക് വെച്ച് ഞാനൊന്ന് ബ്രേക്കായിരുന്നു ഇതിന് വളം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അന്നേരം റോസൊന്നും പിടിക്കുന്നുണ്ടായിരുന്നില്ല. ഇപ്പം നിങ്ങൾ കാണുന്നുള്ളത് ഞാൻ ആദ്യം ചെയ്തപ്പോഴുണ്ടായിരുന്ന റോസിൻ്റെ ഗ്രോത്താണ്. ഒരു ചെടിയിൽ തന്നെ 4-5 റോസൊക്കെ പിടിക്കുന്നുണ്ടായിരുന്നു. ഇപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റും. ജസ്റ്റ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല ഗ്രോത്താണ് വന്നിട്ടുള്ളത്.